വിനയം പുറപ്പെടുകയാണെന്ന് തോന്നുന്നേ. ഡോക്ടർ പോവില്ല. ഡോക്ടർ എനിക്കല്ലേ അറിയൂ. ജോസ് അങ്ങൾ നോക്കോ. മോള് മുകളിലോട്ടൊന്ന് ചെല്ല്. എന്നിട്ട് വിനയത്തിനോട് പോണ്ടാന്ന് പറ. അല്ലേലും പോവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. വിനയ, ഇത്ര ധൃതി വേണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? നോ ഡാഡി, മണിവത്തൂരും ആ മണപ്പുറവും വിട്ട് ഒരു ദിവസത്തെ ജീവിതം പോലും എനിക്ക് വേണ്ട. ഡാഡിയുടെ ആഗ്രഹം പോലെ എന്റെ മോളെ ഞാനിവിടെ വിട്ടിട്ട് പോവാ. നീ എനിക്ക് പകരം. നീനയ്ക്ക് വേണ്ടി ഡാഡി ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഇനി നേരിട്ട് അവ കൊടുക്കാലോ. പക്ഷേ ഈ ഷാള് ഇത് മാത്രം ഞാൻ തരില്ല. സ്റ്റേഷൻ വരെ ജോസിന്റെ കാറെന്നെടുക്കുക. റാണി, ഓൾ റൈറ്റ്. വേണ്ട വിനേട്ടാ. സാറില്ല. ജോസേ, വരട്ടെ. യാത്രയേക്കാൻ ആരും വരണ്ട. ഞാൻ തനിച്ചു പോയിക്കോളാം. ഡോക്ടർ പോവാണോ? ഞാനില്ലാതെ? പ്ലീസ് പപ്പ, എന്റെ പൊണ്ണ് പപ്പയല്ലേ, പോവരുത്. എനിക്കറിയാം, പപ്പ എന്ന് വിളിച്ചാൽ ഞാൻ പോവില്ലെന്നുള്ള ധൈര്യമാ മോൾക്ക്. ഈ ആഗ്രഹം മാത്രം സാധിച്ചു തരാൻ പപ്പയ്ക്ക് കഴിയില്ല മോളെ. പപ്പയുമായിട്ട് 1000 ശിവരാത്രികൾ കാണാൻ കൊതിച്ച് ആ മണപ്പുറത്ത് കിടക്കാൻ മോടെ മമ്മി, എന്റെ നീന. എന്നും അവിടെ പോകണം, എന്നും ആ കുഴിമാടത്തിൽ വിളക്കെത്തിക്കണം. മോളുടെ ഇഷ്ടം പോലെ ഇവിടെ താമസിച്ചു. പപ്പയ്ക്ക് പിണക്കൊന്നുമില്ല. ഇല്ല. എന്റെ പാപ്പ പോയി, എന്റെ പാപ്പ പോയി. റാണിയേച്ചി, ജോസ് അങ്കിൾ, പ്ലീസ് ജോസ് അങ്കിൾ, എന്റെ പാപ്പ പോയി. ഡാഡി, ഡാഡി പ്ലീസ് ഡാഡി, സത്യമായിട്ടും പാപ്പ ഇല്ലാതെ ഞാൻ നിൽക്കില്ല. പ്ലീസ് ഡാഡി, ഞാൻ നിൽക്കില്ല ഡാഡി. ഡാഡി പ്ലീസ് എന്നെ കൊണ്ടുവിടാൻ പറയും ഡാഡി. സത്യമായിട്ടും പാപ്പ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. പ്ലീസ് ഡാഡി, പ്ലീസ്. ജോസേ, എനിക്ക് വേണ്ടി എന്തിനും എല്ലാവരും വേദനിപ്പിക്കുന്നു. അവക്ക് വിനീട്ടിനോടുള്ള സ്നേഹം കണ്ടില്ലേ, അത് നമുക്ക് പിടിച്ചു വാങ്ങാനാവില്ല. നമുക്ക് ഉണ്ടാക്കാം.
ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട എന്റെ നീന നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ച. ഇന്ന് എനിക്ക് എന്റെ മോളും. ഊട്ടിയിലേക്ക് വന്ന പോലെ ഏകനായി തന്നെ ഞാൻ തിരിച്ചു പോവുക. എന്നെ വിട്ടിട്ട് പോയത്. എന്റെ പപ്പയ്ക്ക് എന്നെ ഇതുവരെ അറിയില്ലേ. എനിക്കും വരണം മണിവത്തൂരിലേക്ക്. ആ മണപ്പുറത്ത് എന്റെ മമ്മയുടെയും പപ്പയുടെയും കൂടെ എനിക്കും കാണണം 1000 ശിവരാത്രികൾ.